ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു ലഞ്ച് ബോക്സിലേക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു മന്തി റൈസിൻ്റെ റെസിപ്പി നോക്കാം. ഞാൻ മുട്ട വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാൻ ഇതിലെടുത്തിരിക്കുന്ന 2 ചെറിയ സവാള, ഒരു വലിയ പൊട്ടറ്റോ, പകുതി ക്യാപ്സിക്കം, 2 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ലാസ്റ്റ് കുത്തി വെക്കാനാണ്. പിന്നെ മസാലയായിട്ട് എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ മന്തി മസാല, ചെറിയ ജീരകം, കുരുമുളക് പൊടി, ഗരം മസാല, കാശ്മീരി ചില്ലി പൗഡർ, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഓൾ മല്ലിയും കുരുമുളകും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം റൈസ് വേവിക്കാനായിട്ട് വെക്കാം. വെള്ളം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 3 ഏലക്ക, ഇത് ഇത്ര ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഡ്രൈ ലെമൺ ഒന്ന് കത്തി കൊണ്ട് കുത്തിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെള്ളം തിളയ്ക്കുമ്പോഴത്തേന് നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഉപ്പിടണം. 1 സ്പൂൺ ഉപ്പ്, കല്ലുപ്പാണ് ഞാൻ ഇട്ടത്. 1 സ്പൂൺ ഇട്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് ഞാൻ വൈറ്റ് സെല്ല ബസ്മതി റൈസാണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി ഞാൻ ഊറ്റേണ്ട, നമുക്ക് നന്നായിട്ട് കഴുകി വെച്ചിട്ട് അത് വെള്ളം കളഞ്ഞ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് നമുക്കൊരു 90% കുക്കായി കിട്ടണം. അത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി മസാല ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് ദം ചെയ്തെടുക്കാവുന്നതാണ്. മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം. നമ്മളിതിൽ വേറെ ഗീയോ ഓയിലോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ആദ്യം തന്നെ ഒഴിക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേന് നമ്മൾ ഓളായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ജീരകം, കുരുമുളക്, മല്ലി, ഇത് ഇത്രയും ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് സവാള ആഡ് ചെയ്യാം. സവാളയുടെ കൂടെ തന്നെ നമുക്ക് പകുതി ക്യാപ്സിക്കം എടുത്ത് വെച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് രണ്ടും വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. സവാളയും ക്യാപ്സിക്കം നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോയുടെ കൂട്ടത്തിൽ ഞാൻ റൈസ് ഊറ്റിയപ്പോൾ അതിൽ ഇട്ട ഡ്രൈ ലെമൺ ഉണ്ടല്ലോ, അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ 2 മാഗി ക്യൂബ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വാടി വരുമ്പോഴത്തേനും നമുക്ക് നേരത്തെ അടിച്ചു വെച്ച 2 തക്കാളിയുടെ പ്യൂരി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് പച്ചമണം തക്കാളിയുടെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തു, ഒരു 1/2 ടീസ്പൂൺ. അതും ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളിയുടെ റോ ടേസ്റ്റൊക്കെ മാറി കഴിയുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച മസാലപ്പൊടികളൊന്നും ആഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പൊടികളുടെയും പച്ചമണം മാറി കഴിയുമ്പോഴത്തേനും, പൊടികൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് മുട്ടയിൽ മസാലയൊക്കെ പിടിക്കുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം.
10 മിനിറ്റ് മുട്ട മസാലയിലൊക്കെ കിടന്നതിന് ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത റൈസ് 90% കുക്ക് ചെയ്ത റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് പച്ചമുളകും കുത്തി വെച്ചിട്ട് നമുക്കൊന്ന് പുക കൊടുക്കാം. ചാർക്കോൾ വെച്ച് കത്തിച്ചിട്ട് പുക കൊടുക്കുമല്ലോ. കളർ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ആഡ് ചെയ്തതാണ്. തികച്ചും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. ഞാനൊരു പാത്രം വെച്ചിട്ട് അതിൽ ചാർക്കോൾ വെച്ച് കത്തിച്ച ചാർക്കോൾ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് പുക പുറത്ത് പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ലെഡ് വെച്ച് കവർ ചെയ്ത് മൂടി വെക്കുന്നുണ്ട്. ചാർക്കോൾ കത്തിച്ച് വെച്ചതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം മൂടി വെച്ചതിന് ശേഷം നമുക്കതൊക്കെ എടുത്ത് മാറ്റിയിട്ട് മന്തി റൈസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മുട്ട പൊടിഞ്ഞു പോകരുത്. പൊടിഞ്ഞു പോയാൽ ആകെ കുളമാവും. അപ്പം മുട്ട പൊടിഞ്ഞു പോകാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്നൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇനിയും റെസിപ്പി വീഡിയോ ആയിട്ട് കാണാം. മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണാം. മസലാമ. താങ്ക് യു.